നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇത്തവണ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകർപ്പൻ ഓഫർ ഓണം സ്വർണ്ണോത്സവം 2024. ആമിയ ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. കൂടാതെ 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വാർത്തകൾ വിശദമായി. കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ ഇടതു സർക്കാർ സംഘപരിവാർ പ്രീണനം അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി നാളെ രാവിലെ 10 മണിക്ക് തിരൂരങ്ങാടി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് ജില്ലാ ജനറൽ സെക്രട്ടറി KV സഫീർ ഷാ ഉദ്ഘാടനം ചെയ്യും. മതം മാറിയതിൻ്റെ പേരിൽ RSS പ്രവർത്തകരാൽ കൊടിഞ്ഞി ഫൈസൽ കൊല്ലപ്പെട്ടിട്ട് 8 വർഷം പൂർത്തിയായിട്ടും ഇതുവരെയും ഫൈസലിൻ്റെ കുടുംബം ആവശ്യപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറെ വയ്ക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും RSSൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സർക്കാരിൻ്റെ സംഘപരിവാർ പ്രീണനം അവസാനിപ്പിക്കണമെന്നും നിലവിലെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് തിരൂരങ്ങാടി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വെള്ളിയാഴ്ച 10 മണിക്ക് തിരൂരങ്ങാടി താലൂക്ക് ഓഫീസിലേക്ക് നടക്കുന്ന വെൽഫെയർ പാർട്ടി നടത്തുന്ന ഒരു മാർച്ചുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ഒരു പത്രസമ്മേളനത്തിലാണ് നമ്മളിപ്പോൾ. പത്രസമ്മേളനം താലൂക്ക് ഓഫീസ് മാർച്ചിൻ്റെ കാരണം 8 വർഷം മുമ്പ് കൊല ചെയ്യപ്പെട്ട കൊടിഞ്ഞി ഫൈസലിൻ്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക, കൊടിഞ്ഞി ഫൈസൽ വധവുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതികൾ RSSകാരാണ് എന്ന് പകൽ വെളിച്ചം പോലെ സത്യമാണ്. RSSകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 8 വർഷമായിട്ടും പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാതെ കേസ് നീട്ടിക്കൊണ്ടുപോവുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബം ആവശ്യപ്പെട്ട അഡ്വക്കേറ്റിനെ കൊടുക്കാതെ സർക്കാരിൻ്റെ താല്പര്യത്തിന് അഥവാ RSSൻ്റെ താല്പര്യത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു വക്കീലിനെയാണ് നിയമിച്ചിട്ടുള്ളത്. അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. നമുക്കറിയാം, ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു ഭരണപക്ഷ MLA പുറത്തുവിട്ട വെളിപ്പെടുത്തലുകൾ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനം ഒരു ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റ് അഥവാ ഗുണ്ടാരാജ്യം ആണോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. RSSന് സ്വൈരമായി വിഹരിക്കുവാൻ RSS എന്ന ക്രിമിനൽ കൂട്ടങ്ങൾക്ക്, മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന, രാജ്യത്ത് ഒട്ടനവധി കലാപങ്ങൾ നടത്തിയ ഈ ക്രിമിനൽ കൂട്ടങ്ങൾക്ക് സ്വൈരമായി വിഹരിക്കുവാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ. എൻ്റെ വാർത്തകളാണ് ദിനേനെ ഞെട്ടിക്കുന്ന വാർത്തകൾ എന്ന് പറയുമ്പോൾ അങ്ങനെ സ്വാഭാവികമായി പറഞ്ഞു പോകേണ്ടതല്ല. അത് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ദിനേനെ എന്നോണം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ക്രമസമാധാന പാലന ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ചാൾസ് ശോഭരാജിനെ വെല്ലുന്ന വിധത്തിലുള്ള RSSൻ്റെ നേതാക്കന്മാർ, ഞാൻ അജിത് കുമാറിനെ അല്ല ഞാൻ ആ പേര് ഉപയോഗിക്കുന്നത്, രാജ്യത്തെ ഏറ്റവും വലിയ ക്രിമിനലുകളായ RSS നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി എന്നുള്ളത് ഗൗരവമറിയിക്കുന്ന ഒരു വിഷയമാണ്. ചെറിയ കാര്യമല്ല. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഫൈസൽ വധത്തിൻ്റെ ഈ അഡ്വക്കേറ്റ് പ്രോസിക്യൂട്ടറെ നിയമിക്കാതിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം RSSകാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പുതിയ പശ്ചാത്തലത്തിൽ ഇതൊരു വലിയ ജനകീയ സമരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും RSS പ്രതികളായ കേസുകളെല്ലാം പുനരന്വേഷണത്തിന് വിധേയമാക്കുകയും ചെയ്യണമെന്നാണ് പാർട്ടിക്ക് പറയാനുള്ളത്. രാജ്യത്ത് ഇവർ പ്രതികളായിട്ടുള്ള, കേരളത്തിൽ ഒറ്റ കേസിൽ മാത്രമാണ് RSS പ്രതികളായിട്ടുള്ള ഒരൊറ്റ കേസിൽ മാത്രമാണ് RSSകാർ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള കേസുകളെല്ലാം RSSകാർ കേസിൽ നിന്ന് വളരെ നിഷ്പ്രയാസം കഴിച്ചിലാകുകയാണ് ചെയ്യുന്നത്. FIR തയ്യാറാക്കുമ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് കഴിച്ചിലാകാൻ പറ്റുന്ന വിധത്തിലുള്ള FIRകളാണ് തയ്യാറാക്കുന്നത്.
രാവിലെ 10 മണിക്ക് നടക്കുന്ന മാർച്ച് ജില്ലാ ജനറൽ സെക്രട്ടറി KV സഫീർ ഷാ ഉദ്ഘാടനം ചെയ്യുമെന്നും മുനീബ് കാരക്കുന്ന്, ഇബ്രാഹിംകുട്ടി മംഗലം, കൃഷ്ണൻ കുനിയിൽ, ജംഷിൽ അബൂബക്കർ, റജീന വളാഞ്ചേരി, ഹംസ എന്നിവർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കുമെന്നും ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി മംഗലം, ജില്ലാ കമ്മിറ്റി അംഗം സെയ്തലവി കാട്ടേരി, മണ്ഡലം പ്രസിഡന്റ് ഹംസ എന്നിവർ, ഫസലുർ റഹ്മാൻ CH എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.